നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കഞ്ചിക്കോട് IITയിൽ വിദ്യാർത്ഥിനിയെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ പ്രതിയെന്ന് സംശയിക്കുന്നയാളെ പോലീസ് പാലക്കാട്ടെത്തിച്ചു. നിർമ്മാണ മേഖലയിൽ പണിയെടുക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളിയെ പോലീസ് പിടികൂടിയത് കൊൽക്കത്തയിൽ നിന്ന്. പ്രതി ക്രൂരമായ ആക്രമണം നടത്തിയത് കഞ്ചിക്കോട് IITയിലെ 4ാം വർഷ ഡാറ്റാ സയൻസ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനി തമിഴ്നാട് സേലം സ്വദേശിനി അശ്വതി കണ്ണന് നേരെ. തൃശൂർ ജൂബിലി അമല ആശുപത്രികളിലെ UNA നഴ്സുമാരുടെ നേതൃത്വത്തിൽ തൃശൂർ DMO ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച്. ജൂബിലി അമല ആശുപത്രിയിലെ നഴ്സുമാർ സമരത്തിലായതിനാൽ നഴ്സിംഗ് വിദ്യാർത്ഥികളെയും ജീവനക്കാരെയും ഉപയോഗിച്ച് ചികിത്സ നടത്തുന്നു എന്ന ആരോപണവുമായി 1 മണിക്കൂറിനുള്ളിൽ പ്രശ്നപരിഹാരം ഉണ്ടാക്കണമെന്ന് നേതാക്കൾ. ഒരാഴ്ചയ്ക്കുള്ളിൽ ശ്വാസത പരിഹാരമെന്ന് ഡെപ്യൂട്ടി DMOയുടെ ഉറപ്പ്. ഗൾഫ് യുദ്ധത്തിന്റെ മറവിൽ രാജ്യത്ത് കരിഞ്ചന്ത താഴ്ച വളർന്നെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം KS സലീഖ. വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പൊതുവിപണിയിൽ ഇടപെടാതെ പരാജയമായി മാറിയെന്നും KS സലീഖ. ഇന്ധനവില വർധനവിനെതിരെ പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സംഗമം. പെട്രോളിയം വില വർധനയിൽ പ്രതിഷേധിച്ച് CPIM കുഴമന്നം ഏരിയ കമ്മിറ്റിയുടെയും നേതൃത്വത്തിലും CPIM ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും പ്രതിഷേധം. കേരളശ്ശേരിയിൽ കൊയ്ത്ത് കഴിഞ്ഞ് 3 മാസമായിട്ടും നാളിതുവരെ കർഷകർക്ക് കിട്ടേണ്ട നെല്ലിന്റെ സംഭരണ വില കിട്ടാത്തതിൽ കർഷകർ ആശങ്കയിൽ. പല കർഷകർക്കും PRS സൊസൈറ്റികളിലേക്ക് അടിച്ചു വന്നെങ്കിലും ധനകാര്യ സ്ഥാപനങ്ങളുടെ മാറ്റവും കർഷകർക്ക് പ്രതിസന്ധി. കർഷകർക്ക് ഉടൻ ഭരണം ലഭ്യമാക്കാൻ സർക്കാർ ഇടപെടണമെന്ന് BJP പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് MP ശ്രീകുമാർ മാസ്റ്റർ. കേരളത്തിലെ പ്രധാനപ്പെട്ട ഭക്ഷ്യ കാർഷിക വസ്തുവായി പരിഗണിച്ച് അന്യസംസ്ഥാനങ്ങളിൽ നിന്നും നിയമാനുസൃതവും സുരക്ഷിതവുമായി കന്നുകാലികളെ കച്ചവടം ചെയ്യുന്നതിന് സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കേരള കന്നുകാലി ആൻഡ് മാംസ വ്യാപാര ക്ഷേമ സമിതി. മേഖലയിൽ 2-3 വർഷമായി ലഭ്യതക്കുറവും ഭീമമായ വിലക്കയറ്റവും കേരളത്തിലെ ഇറച്ചി മാർക്കറ്റിൽ വിലവർധനയ്ക്ക് കാരണമായെന്നും സംസ്ഥാന സമിതി. ജന്തുദ്രോഹം ആരോപിച്ച് സംഘടിതമായി പിടിച്ചെടുത്ത് കേസെടുത്ത് ഗോശാലയിലേക്ക് അയക്കുന്ന നടപടി പ്രതിഷേധാർഹമെന്നും നേതാക്കൾ. വാർത്തകൾ വിശദമായി. കഞ്ചിക്കോട് IITയിൽ വിദ്യാർത്ഥിനിയെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ പ്രതിയെന്ന് സംശയിക്കുന്നയാളെ പോലീസ് പാലക്കാട്ടെത്തിച്ചു. നിർമ്മാണ മേഖലയിൽ പണിയെടുക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളി കൊൽക്കത്തയിൽ നിന്നുമാണ് ദിവസങ്ങൾക്ക് മുൻപ് കസബ പോലീസ് പിടികൂടിയത്. കഞ്ചിക്കോട് IITയിലെ 4ാം വർഷ ഡാറ്റാ സയൻസ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനി തമിഴ്നാട് സേലം സ്വദേശിനി അശ്വിനി കണ്ണനാണ് ക്രൂരമായ ആക്രമണം നേരിട്ടത്. കഞ്ചിക്കോട് IITയിലെ 4ാം വർഷ ഡാറ്റാ സയൻസ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനി തമിഴ്നാട് സേലം സ്വദേശിനി അശ്വിനി കണ്ണനാണ് ക്രൂരമായ ആക്രമണം നേരിട്ടത്. കഴിഞ്ഞ ഫെബ്രുവരി 23-നായിരുന്നു ക്യാമ്പസിനെ നടുക്കിയ സംഭവം നടന്നത്. അക്കാദമിക് ബ്ലോക്കിൽ നിന്നും ഡൈനിങ് ഹാളിലേക്ക് മറ്റു വിദ്യാർത്ഥികൾക്കൊപ്പം നടന്നു പോകുമ്പോഴായിരുന്നു അശ്വിനി കണ്ണന് നേരെ ആക്രമണമുണ്ടായത്. മറ്റു വിദ്യാർത്ഥികൾ തിരിഞ്ഞു നോക്കുമ്പോൾ ചോര വാർന്ന് ബോധം പോയി നിലത്ത് കിടക്കുന്ന അശ്വിനിയെയായിരുന്നു കണ്ടത്. ഉടൻ തന്നെ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുകയായിരുന്നു. CCTVകൾ കേന്ദ്രീകരിച്ചും വിദ്യാർത്ഥികൾക്കിടയിലും അന്വേഷണം നടത്തിയിട്ടും പ്രതിയെക്കുറിച്ച് സൂചന ലഭിക്കാതെ വന്നതോടെയാണ് IITയിലെ നിർമ്മാണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയത്. പണി ഉപേക്ഷിച്ച് പോയവരിലേക്ക് അന്വേഷണം നീണ്ടതോടെയാണ് പ്രതിയെന്ന് സംശയിക്കുന്നയാളെ കൊൽക്കത്തയിൽ നിന്നും പിടികൂടാനായത്. ഇയാളെ IITയിൽ എത്തിച്ച് തിരിച്ചറിയൽ, പരേഡ് ഉൾപ്പെടെയുള്ള തെളിവെടുപ്പ് നടത്തി കോടതിയിൽ ഹാജരാക്കും. അതേസമയം പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന അശ്വിനി കണ്ണൻ ഇതുവരെ കോളേജിൽ തിരികെ എത്തിയിട്ടില്ല. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ ജൂബിലി അമല ആശുപത്രികളിലെ UNA നഴ്സുമാരുടെ നേതൃത്വത്തിൽ തൃശൂർ DMO ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ജൂബിലി അമല ആശുപത്രികളിലെ നഴ്സുമാർ സമരത്തിലായതിനാൽ നഴ്സിംഗ് വിദ്യാർത്ഥികളെയും ജീവനക്കാരെയും ഉപയോഗിച്ച് ചികിത്സ നടത്തുന്നു എന്ന് ആരോപിച്ചായിരുന്നു സമരം. 1 മണിക്കൂറിനുള്ളിൽ പരാതിയിൽ തീരുമാനമെടുത്തില്ലെങ്കിൽ DMO ഓഫീസിലേക്ക് ഇരച്ചു കയറുമെന്ന് സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു. ഒരാഴ്ചയ്ക്കുള്ളിൽ പരാതിയിൽ ഉചിതമായ നടപടി സ്വീകരിക്കാമെന്ന ഡെപ്യൂട്ടി DMOയുടെ ഉറപ്പിന്മേലാണ് സമരം പിൻവലിച്ചത്. വലിയ പോലീസ് സന്നാഹവും സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു. മാർച്ചിന് ശേഷം നഴ്സുമാർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. സമരം UNA സംസ്ഥാന പ്രസിഡന്റ് ഷോബി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ വളരെ ക്ലിയറാണ്, ന്യായമാണ്. അത് ന്യായമായി ലഭിക്കുമെന്നുള്ള ബോധ്യമുള്ളതുകൊണ്ടാണ്. പക്ഷേ ഈ സമരത്തോട് വളരെ അന്യായമായ രീതിയിൽ മുഖം തിരിച്ചുകൊണ്ടാണ് ഇവിടുത്തെ എല്ലാ ഭരണ രാഷ്ട്രീയ അധികാര മേഖലകളെല്ലാം കടന്നു പോവുക. നമുക്കറിയാം, ലേബർ ഓഫീസിൽ ചർച്ചകൾ വിളിക്കുന്ന ചർച്ചകൾ ഞായറാഴ്ച പോലും ക്യാൻസൽ ചെയ്യുന്നു. ആര് ക്യാൻസൽ ചെയ്തു, എന്തുകൊണ്ട് ക്യാൻസൽ ചെയ്തു, എന്താണ് റീസൺ എന്ന് ചോദിക്കുമ്പോൾ അതുപോലും പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഒരുങ്ങിയിരുന്നോ, അടുത്തത് കളക്ടറേറ്റിലേക്കും ലേബർ ഓഫീസിലേക്കൊക്കെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പിന്തിരിയാൻ ഒരു കാരണവശാലും തയ്യാറല്ല. കാരണം ഞങ്ങൾ ചോദിക്കുന്നത് ഈ നാട്ടിൽ മാന്യമായി ജീവിക്കുവാനുള്ള സാഹചര്യം ഒരുക്കാൻ വേണ്ടിയിട്ടാണ്. 10-15 വർഷം മുൻപ് 500, 1000, 2000 ഒക്കെ മാനേജ്മെന്റിന് കൊടുത്തിട്ട് അസംഘടിതമായി കിടന്ന് ജോലി ചെയ്തിട്ടുള്ളവരാണ് ഞങ്ങൾ. പക്ഷേ ഈ കാലം കൊണ്ട് ഞങ്ങൾ ഈ മേഖലയിൽ ഇത്രയും മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് സമരത്തിലൂടെയും വിശ്വാസത്തിലൂടെയും തന്നെയാണ്.
ജൂബിലി അമല ആശുപത്രികളിലെ 1000-ഓളം നഴ്സുമാർ സമരത്തിൽ പങ്കെടുത്തു. നഴ്സുമാർ സമരത്തിലായതിനാൽ നഴ്സിംഗ് വിദ്യാർത്ഥികളെയും ജീവനക്കാരെയും ഉപയോഗിച്ച് ചികിത്സ നടത്തിയെന്ന് ആരോപിച്ചു. കഴിഞ്ഞ 9-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ട് UNA തൃശൂർ DMOക്ക് പരാതി നൽകിയിരുന്നു. 1 മാസമായിട്ടും പരാതിയിൽ ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്നാരോപിച്ചാണ് പ്രതിഷേധ സമരം. സ്ഥലത്ത് വൻ പോലീസ് സന്നാഹം നിലയുറപ്പിച്ചിരുന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ നഴ്സുമാരുടെ പരാതിയിൽ ഉചിതമായ നടപടി സ്വീകരിക്കാമെന്ന ഡെപ്യൂട്ടി DMOയുടെ ഉറപ്പിന്മേലാണ് പിന്നീട് സമരം അവസാനിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഗൾഫ് യുദ്ധത്തിന്റെ മറവിൽ രാജ്യത്തെ കരിഞ്ചന്ത തഴച്ചു വളരുന്നെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം KS സലീഖ. വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പൊതുവിപണിയിൽ ഇടപെടാതെ പരാജയമായി മാറിയെന്നും KS സലീഖ പറഞ്ഞു. ഇന്ധന വില വർധനയെതിരെ CPM പാലക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ഗൾഫ് മേഖലയിൽ യുദ്ധം ആറ്റിക്കുകയും ഇന്ധനവില ക്രമാതീതമായി ഉയരുകയും ചെയ്തതോടെ വിലക്കയറ്റം ജനജീവിതം നാൾക്കുനാൾ ദുസ്സഹമാക്കുകയാണ്. അമേരിക്കൻ നികുതി ഘടനയ്ക്ക് രാജ്യത്തെ സമ്പദ്വ്യവസ്ഥയെ തീരെഴുതുന്ന കേന്ദ്രനയമാണ് രാജ്യത്തെ അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിട്ടത്. ഹോട്ടൽ മേഖല ഉൾപ്പെടുന്ന ചെറുകിട വ്യാപാര മേഖലകളും പൊതുഗതാഗതവും സ്തംഭിച്ചതോടെ ലക്ഷക്കണക്കിന് പേരാണ് ഏതാനും മാസങ്ങൾക്കകത്ത് തൊഴിൽ രഹിതരായത്. ആഗോള ഉദാരവൽക്കരണ നയത്തിന്റെ ഭാഗമായി ഇന്ധനവില നിയന്ത്രണം കമ്പനികൾക്ക് കൈമാറിയതോടെ ഇന്ധന കമ്പനികൾ കൊള്ളലാഭത്തിനായി വില വർധനവ് നടപ്പിലാക്കുകയാണ്. വിലക്കയറ്റം നിയന്ത്രിക്കാനായി പൊതുവിപണിയിൽ ഇടപെടേണ്ട സർക്കാർ കരിഞ്ചന്തകൾക്ക് സംരക്ഷണമൊരുക്കുകയാണ്. രാജ്യത്തിലെ കോടിക്കണക്കിന് പേർ വരുമാനമില്ലാതെ ദാരിദ്ര്യത്തിലകപ്പെടുമ്പോഴും രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക മേഖല തകർക്കുന്ന കേന്ദ്ര സർക്കാർ അമേരിക്കൻ നികുതി ഘടനയ്ക്ക് കുട പിടിക്കുകയാണെന്നും സലീഖ കുറ്റപ്പെടുത്തി. ഏറ്റവും പ്രധാനപ്പെട്ട കരിമണൽ ഖനന മേഖലയിലേക്ക് അദാനി ഗ്രൂപ്പിനെ പോലെ കോർപ്പറേറ്റ് ഗ്രൂപ്പിനെ പോലുള്ള ആളുകൾക്ക് കടന്നു വരാൻ ഈ കേരളവും അവസരമൊരുക്കുകയാണ്. KMLനെ പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മാത്രം അവകാശമുണ്ടായിരുന്നിടത്തേക്ക് സ്വകാര്യ കമ്പനികൾക്ക് കടന്നു വരാൻ കേരളത്തിലെ ഭരണകൂടവും അവസരമൊരുക്കുന്നു. കേന്ദ്രത്തിന്റെ അതേ വഴിയിൽ തുടരുകയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഒക്കെ തകർത്തു കേന്ദ്രം, ഭരണഘടനാ സ്ഥാപനങ്ങളെ തകർത്തു കേന്ദ്രം. ആ നിലയിൽ കേരളവും മുന്നോട്ട് പോകുമ്പോൾ നോക്കി നിൽക്കാനാവുമോ? ഏരിയ കമ്മിറ്റി അംഗം അജിത് സക്കറിയ അധ്യക്ഷനായി. പാലക്കാട് ഏരിയ സെക്രട്ടറി K കൃഷ്ണൻകുട്ടി, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ മുഹമ്മദ് നാസിം, V സരള, CM അബ്ദുൾ റഹ്മാൻ, V സുരേഷ്, MT ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർധനയിൽ പ്രതിഷേധിച്ച CPIM കുഴൽമന്ദം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടായി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം V പൊന്നുകുട്ടൻ ഉദ്ഘാടനം ചെയ്തു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം V പൊന്നുകുട്ടൻ ജനകീയ പ്രക്ഷോഭം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ കോൺഗ്രസ് ആണ്, കേരളത്തിലെ UDF ആണ്. ഇപ്പോ കഴിഞ്ഞ 4 തവണയായി വർദ്ധിപ്പിച്ച എണ്ണയുടെ അധിക നികുതി എന്ന് പറയുന്നത് കേരളത്തിന് ലഭിച്ചത് 1100 കോടിയാണ്. 1100 കോടി രൂപയുടെ ലാഭം സംസ്ഥാന ഗവൺമെന്റിനുണ്ടായിട്ടും ഇടതുപക്ഷം കേരളം ഭരിക്കുമ്പോ അധിക നികുതി ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട VD സതീശൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോ മാതൃക കാണിക്കേണ്ടതല്ലേ? എന്തേ അധിക നികുതി ഒഴിവാക്കാത്തത്? CPM കുഴൽമന്ദം ഏരിയ സെക്രട്ടറി A അനിതാനന്ദൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗം V മോഹനൻ സ്വാഗതവും CPM കോട്ടായി ലോക്കൽ സെക്രട്ടറി KP രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പെട്രോൾ, ഡീസൽ, പാചകവാതകം എന്നിവയുടെ വിലക്കയറ്റവും പ്രതിസന്ധിയും പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടണമെന്നാവശ്യപ്പെട്ട് CPM ഏരിയ കമ്മിറ്റി ഒറ്റപ്പാലം ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MR മുരളി ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പാലം AKG മന്ദിരത്തിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ അവസാനിച്ചു. പ്രിയമുള്ളവരെ, വിലക്കയറ്റത്തിന്റെ പൊരിവെയിലേക്ക് മാലോകരെ എടുത്തെറിഞ്ഞ കേന്ദ്ര BJP സർക്കാരിനെതിരായ പ്രതിഷേധത്തിൽ അണിനിരക്കുക. പ്രിയമുള്ളവരെ, കേന്ദ്ര BJP സർക്കാർ പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിക്കുമ്പോൾ സംസ്ഥാനം എന്തേ നികുതി കുറയ്ക്കാത്തതെന്ന് വീമ്പിളക്കിയ കേരള മുഖ്യൻ VD സതീശൻ. തുടർന്ന് നടന്ന ധർണ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MR മുരളി ഉദ്ഘാടനം ചെയ്തു. നേതാവിന്റെ പാരമ്പര്യം കാത്തുസൂക്ഷിക്കാൻ വേണ്ടി ചായക്കട തുടങ്ങിയ BJP-കാരന്റെ കട വരെ പൂട്ടി. BJP-കാരന്റെ കടയിൽ പൂട്ടി. നാട്ടുംപുറത്ത് തട്ടുകടകൾ പൂട്ടുന്നു, ചായക്കടകൾ പൂട്ടുന്നു, ഹോട്ടലുകൾ പൂട്ടുന്നു. നിത്യോപയോഗ വസ്തുക്കളുടെ ലഭ്യത കുറവ് മൂലം ഇതെല്ലാം പൂട്ടുന്നതിൻ്റെ ഭാഗമായി തൊഴിൽ നഷ്ടപ്പെടുകയാണ് സാധാരണക്കാരൻ.
ഉപജീവന മാർഗം എന്ന നിലയിൽ ചെറിയൊരു പെട്ടിക്കട നടത്തി ജീവിച്ചിരുന്നയാൾ അത് പൂട്ടേണ്ടി വന്നതിനാൽ ഇപ്പോൾ പട്ടിണിയിലാണ്. ഏരിയ കമ്മിറ്റി അംഗം യു രാജഗോപാൽ അധ്യക്ഷനായി. ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി എസ് കൃഷ്ണദാസ് സ്വാഗതവും ഏരിയ കമ്മിറ്റി അംഗം MIA റസാക്ക് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കേരളശ്ശേരിയിൽ കൊയ്ത്ത് കഴിഞ്ഞ 3 മാസമായിട്ടും നാളിതുവരെ കർഷകർക്ക് കിട്ടേണ്ട നെല്ലിൻ്റെ സംഭരണ വില കിട്ടാത്തതിൽ കർഷകർ ആശങ്കയിലാണ്. പല കർഷകർക്കും PRS സൊസൈറ്റികളിലേക്ക് അടിച്ചു വന്നിട്ടുണ്ടെങ്കിലും പുതിയ സർക്കാരിൻ്റെ ധനകാര്യ സ്ഥാപനം മാറ്റം കർഷകർക്ക് പ്രതിസന്ധിയിലായി. കർഷകർക്ക് ഉടൻ പണം ലഭ്യമാക്കുന്നതിനായി സർക്കാർ ഇടപെടണമെന്ന് കേരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗവും BJP ജില്ലാ വൈസ് പ്രസിഡന്റും പാടശേഖര സമിതി കൺവീനറുമായ MP ശ്രീകുമാർ മാസ്റ്റർ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ സർക്കാർ നെല്ലിന്റെ സംഭരണ വില പാലക്കാട് ജില്ലയിൽ സൊസൈറ്റികൾ മുഖേന നൽകാൻ തീരുമാനിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ കർഷകരോടും സൊസൈറ്റികളിൽ അക്കൗണ്ടുകൾ തുടങ്ങാൻ പറഞ്ഞിരുന്നു. 500 രൂപ മുടക്കി പുതിയ അക്കൗണ്ട് മിക്ക കർഷകരും ആരംഭിച്ചിരുന്നു. എന്നാൽ പുതിയ സർക്കാർ വന്നതിന് ശേഷം നെല്ലിന്റെ സംഭരണ വില കനറ ബാങ്ക് വഴിയോ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വഴിയോ നൽകാമെന്നാണ് പറയുന്നത്. കർഷകരെ സംബന്ധിച്ചിടത്തോളം ഓരോ വർഷവും വ്യത്യസ്തമായ ബാങ്കുകളിൽ അക്കൗണ്ട് തുടങ്ങാൻ വലിയ സംഖ്യ അനാവശ്യമായി ചിലവാക്കേണ്ടി വരുന്നു. പല കർഷകർക്കും PRS സൊസൈറ്റികളിലേക്ക് അടിച്ചു വന്നിട്ടുണ്ട്. ആ കർഷകർ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായ നിർദ്ദേശം ലഭിച്ചിട്ടില്ല. PRS അടിച്ചു വന്നിട്ടില്ലാത്തവർക്ക് ഏത് ബാങ്കിലേക്കാണ് എന്നും കൃത്യമായ നിർദ്ദേശം ലഭിച്ചിട്ടില്ലാത്തതിനാൽ കർഷകർ കടുത്ത ആശങ്കയിലാണ്. കർഷകർക്ക് ഉടൻ പണം ലഭ്യമാക്കുന്നതിന് വേണ്ടി സർക്കാർ ഇടപെടണമെന്ന് BJP ജില്ലാ വൈസ് പ്രസിഡന്റും കേരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗവും പാടശേഖര സമിതി കൺവീനറുമായ MP ശ്രീകുമാർ മാസ്റ്റർ ആവശ്യപ്പെട്ടു. കർഷകർ 500 രൂപ മുടക്കിയിട്ടാണ് മെമ്പർഷിപ്പ് ഇല്ലാത്തവർ അവിടെ അക്കൗണ്ട് ചേർന്നത്. അതിനുശേഷം മാറി വന്ന സർക്കാർ പറയുന്നു ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും കനറ ബാങ്കിലേക്കുമാണ് കൊടുക്കുന്നത്. കർഷകരെ സംബന്ധിച്ചിടത്തോളം പണം കിട്ടാത്തൊരു സാഹചര്യമാണ്. കഴിഞ്ഞ 2-3 മാസമായിട്ട് വളരെയധികം ദാരിദ്ര്യത്തിലാണ് ഇപ്പോഴത്തെ കർഷകർ. അതുകൊണ്ട് ഉടനടി തന്നെ ഈ PRS ഏത് ബാങ്കിലേക്കാണോ ആ ബാങ്കിൽ നിന്ന് കർഷകർക്ക് ഉടൻ തന്നെ പണം കിട്ടാനുള്ള സംവിധാനം ബന്ധപ്പെട്ട വകുപ്പും സർക്കാരും ചെയ്യണം എന്നാണ് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കേരളത്തിലെ പ്രധാനപ്പെട്ട ഭക്ഷ്യ കാർഷിക വസ്തുവായി പരിഗണിച്ച് അന്യസംസ്ഥാനങ്ങളിൽ നിന്നും നിയമാനുസൃതവും സുരക്ഷിതവുമായി കന്നുകാലികളെ കച്ചവടം ചെയ്യുന്നതിന് സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കേരള കന്നുകാലി ആൻഡ് മാംസ വ്യാപാര ക്ഷേമനിധി സംസ്ഥാന സമിതി ആവശ്യപ്പെട്ടു. മേഖലയിൽ 2-3 വർഷമായി ലഭ്യതക്കുറവും ഭീമമായ വിലയും കേരളത്തിലെ ഇറച്ചി മാർക്കറ്റിൽ വില വർധനയ്ക്ക് കാരണമായെന്നും സംസ്ഥാന സമിതി വിലയിരുത്തി. ജന്തുദ്രോഹമാരോപിച്ച് സംഘടിതമായി പിടിച്ചെടുത്ത് കേസെടുത്ത് ഗോശാലയിലേക്ക് അയക്കുന്ന നടപടി പ്രതിഷേധാർഹമാണെന്നും നേതാക്കൾ പറഞ്ഞു. മേഖലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന കമ്മിറ്റി വാണിയംകുളത്ത് പൊതുയോഗം സംഘടിപ്പിച്ചു. കേരളത്തിലെ പരമ്പരാഗതമായ കന്നുകാലി വ്യാപാര രംഗം അനുദിനം തകർച്ച നേരിടുകയാണ്. കേരളത്തിലെ പ്രധാന കാലിച്ചന്തകളായ വാണിയംകുളവും പെരുമ്പിലാവ്, കുഴൽമന്നം ഉൾപ്പെടെയുള്ള 100-ലധികം വരുന്ന ഗ്രാമീണ കാലിച്ചന്തകളിൽ 2 ലക്ഷത്തിലധികം പേർ മാംസം, എല്ല്, പാൽ, തോല് വിപണികളിലൂടെ ജീവിക്കുന്നു. ആന്ധ്ര, ഒഡീഷ, കർണാടക, മഹാരാഷ്ട്ര, തെലുങ്കാന, തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ നിന്നും ഭീമമായ വില കൊടുത്ത് വാങ്ങി കേരളത്തിലെ കാലിച്ചന്തകളിൽ വിൽപ്പന നടത്തുന്ന ഈ മേഖല കഴിഞ്ഞ 2-3 വർഷമായി ലഭ്യതക്കുറവും ഭീമമായ വിലയും കേരളത്തിലെ ഇറച്ചി മാർക്കറ്റിൽ വില വർധനയ്ക്ക് കാരണമാകുന്നുണ്ട്. ജന്തുദ്രോഹവും പശുക്കടത്തും ആരോപിച്ച് പിടിച്ചെടുത്ത കന്നുവണ്ടികളും കേസിലാക്കപ്പെട്ടു. എല്ലാം നഷ്ടപ്പെട്ട് വ്യാപാരികൾ തീർത്തും നിസ്സഹായരാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട ഭക്ഷ്യ കാർഷിക വസ്തുവായി പരിഗണിച്ച് അന്യസംസ്ഥാനങ്ങളിൽ നിന്നും നിയന്ത്രണാനുസൃതം സുരക്ഷിതമായി കന്നുകാലികളെ കച്ചവടം ചെയ്യുന്നതിനാവശ്യമായ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും കേരള സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ആന്ധ്രയിലും മഹാരാഷ്ട്രയിലും തെലുങ്കാനയിലും സമീപകാലത്ത് ജന്തുദ്രോഹ നടപടികൾ ആരോപിച്ച് സംഘടിതമായി പിടിച്ചെടുത്തു. ഗോശാലകളിലേക്ക് അയക്കുന്ന നടപടിയിൽ പ്രതിഷേധിച്ച് വാണിയംകുളത്ത് നടന്ന പ്രതിഷേധ സംഗമം സംസ്ഥാന പ്രസിഡന്റ് കല്ലകിൽ മുഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്തു. പെരുന്നാളുമായി ബന്ധപ്പെട്ട് ഇവർ ആ ഭാഗത്തുള്ള ഗ്രാമീണ ചന്തകളൊക്കെ അടക്കുന്നു. പെരുന്നാൾ കഴിഞ്ഞിട്ട് ഞങ്ങൾ കയറ്റിയിട്ട് വരാമെന്ന് പറയുമ്പോഴാണ് അതായത് അവിടുത്തെ ഗ്രാമീണരെ പറയുന്നത് വലിയ പെരുന്നാളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ചന്ത നടക്കണ്ട, നടക്കാൻ പോകണമെന്നാണ് നടക്കേണ്ട. അവർ ശരി അങ്ങനെയാണെങ്കിൽ അങ്ങനെയെന്ന് പറഞ്ഞ് നിർത്തി. ഈ പ്രാവശ്യം അത് കഴിഞ്ഞിപ്പോൾ പെരുന്നാൾ കഴിഞ്ഞ് കഴിഞ്ഞ 2-ാം തീയതി കന്നുമരി കയറ്റി വരുമ്പോൾ ആന്ധ്രാപ്രദേശിൽ 18 ലോറികൾ പുറപ്പെട്ടു. 10 വണ്ടികൾ ഇപ്പോൾ FIR ആയിട്ടുണ്ട്, 8 വണ്ടികൾ പല ഭാഗങ്ങളായിട്ടുണ്ട്. ഇത് ഇവിടെ മാത്രമല്ല, ആന്ധ്രയിൽ മാത്രമല്ല, കർണാടകയിലുണ്ട്, അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലുണ്ട്, അതുപോലെ തന്നെ തെലങ്കാനയിലുണ്ട്. ഞങ്ങൾക്ക് ആവശ്യം, ഞങ്ങൾ ഇപ്പോഴത്തെ പ്രതിഷേധം എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് അടുത്ത സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ എന്താണോ ഗവൺമെൻറ് വെക്കുന്നത് ഡിമാൻഡ് വെച്ചാൽ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ തയ്യാറാണ്. ഈ അസംഘടിത മേഖലയിൽപ്പെട്ട ഈ ജനങ്ങളെ സംരക്ഷിക്കുന്ന ഗവൺമെൻറ് ഈ മേഖലയിൽ പണിയെടുക്കുന്ന ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ വഴിയാധാരാണ്. AK യൂസഫ്, TA ആദം, T ചെറിയാവ്, K സുരേഷ് ബാബു, K രാജൻ, MK ഉമ്മർ, മൻസൂർ പുളിക്കൽ, N അബ്ദുറഹിമാൻ മോനു എന്നിവർ നേതൃത്വം നൽകി.
ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണ രണ്ടാംഘട്ട പ്രവർത്തനങ്ങളുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ആറ്റൂർ സെന്ററിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NS വർഗീസ് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഈ പരിപാടി സമൂഹത്തിന് ഒരു സന്ദേശം നൽകുന്നതിന് വേണ്ടിയാണ്. നമ്മളെല്ലാവരും നമ്മുടെ വീടുകളിലുള്ള മാലിന്യങ്ങൾ പൊതുനിരത്തിലേക്ക് വലിച്ചെറിയുന്ന സ്വഭാവമാണ് മലയാളികൾക്കുള്ളത്. അത് പാടില്ല എന്ന് ഗവൺമെന്റ്, അത് കേരള സർക്കാരാണെങ്കിലും കേന്ദ്ര സർക്കാരാണെങ്കിലും ഗവൺമെന്റ് ശക്തമായ നിർദ്ദേശങ്ങളാണ് ആ കാര്യത്തിൽ കൊടുത്തിട്ടുള്ളത്. അനാവശ്യമായി മാലിന്യങ്ങള്, പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ കത്തിച്ചാൽ വളരെ ഭീമമായ സംഖ്യയാണ് അതിന് പിഴയായിട്ട് ഈടാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തന്നെ തീരുമാനിച്ചിട്ടുള്ളത്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ നാരായണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ NR ബാലൻ, മീന ജലജ, സാവിത്രി, ഉദയസയന, ഷമീന, ബ്ലോക്ക് അംഗം TC രാമകൃഷ്ണൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് KM മുഹമ്മദ്, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ഡെന്നി, ഷീജമോൾ, മറ്റ് ആരോഗ്യ പ്രവർത്തകർ, ആറ്റൂർ അർഫ സ്കൂൾ വിദ്യാർത്ഥികൾ, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഹരിതകർമ്മസേന അംഗങ്ങൾ, നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു. ലഹരിവിരുദ്ധ പ്രതിജ്ഞയും ഉണ്ടായിരുന്നു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM മൊഹീദ്ദീൻ സ്വാഗതവും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സഫിയ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കുടുംബശ്രീ ജില്ലാ മിഷൻ, മങ്കര പഞ്ചായത്ത് CDS എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഓണത്തിന് ഒരു മുറം ചെണ്ടുമല്ലി പദ്ധതിയുടെ ഭാഗമായി നടീൽ ഉത്സവം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KA വിനിത ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്കറിയാം, ജില്ലാ മിഷൻ സംയുക്തമായി മങ്കര ഗ്രാമപഞ്ചായത്തും CDS നടത്തുന്ന നിറപ്പൊലിമ ചെണ്ടുമല്ലി കൃഷിയുടെ ഒരു ഉദ്ഘാടനമാണ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം, നമ്മളുടെ ഉടനീളം സംഘകൃഷികൾ ഈ ചെണ്ടുമല്ലി ഓണത്തിന് ഒരു മുറം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനൊരു നടീൽ ഉത്സവം നമ്മളിവിടെ നടക്കുന്നത്. നമ്മുടെ വാർഡുകളിലും ഇവിടെ മാത്രമല്ല, നമ്മുടെ കുടുംബശ്രീ നടത്തുന്ന സംരംഭങ്ങൾ ഇതുപോലെ ചെണ്ടുമല്ലി, അതുപോലെ പച്ചക്കറികൾ മുഴുവൻ നമ്മുടെ മങ്കര ഗ്രാമപഞ്ചായത്തിൽ ഉടനീളം നമുക്ക് വ്യാപിപ്പിക്കാൻ വേണ്ടി കഴിയണം. വാർഡംഗം VR രമേശ് അധ്യക്ഷത വഹിച്ചു. ലീല ബാലകൃഷ്ണൻ, ബ്ലോക്ക് കോർഡിനേറ്റർ KA നൌഷാദ്, പഞ്ചായത്ത് അംഗം ആസിയ ഹമീദ്, ചാർജ് ഓഫീസർ പ്രമോദ് എന്നിവർ സംസാരിച്ചു. CDS ചെയർപേഴ്സൺ K ബിന്ദു സ്വാഗതവും സത്യഭാമ നന്ദിയും പറഞ്ഞു. പഞ്ചായത്തിലെ മുഴുവൻ ജനപ്രതിനിധികളും പങ്കെടുത്തു. ഏകദേശം 1/2 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് ചെണ്ടുമല്ലി കൃഷി ഇറക്കുന്നത്. ശ്രേയസ് സംഘ കൃഷി, ജൈവിക അക്ഷയ പ്ലാന്റ് നഴ്സറി കൃഷി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കൃഷി ഇറക്കുന്നത്. സരിത, ജയശ്രീ, ശ്രീലക്ഷ്മി, രജനി എന്നിവരാണ് ചെണ്ടുമല്ലി കൃഷിക്ക് നേതൃത്വം നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. 8 വർഷം നീണ്ടു നിൽക്കുന്ന സമസ്തയുടെ പുതിയ പാഠ്യപദ്ധതിയെ സംസ്ഥാന നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിൽ മതഭൗതിക വിദ്യാഭ്യാസ പഠനരീതി ചെറുതുരുത്തി റൂറൽ ഹുദ എഡ്യൂക്കേഷൻ സെന്ററിൽ തുടക്കം കുറിച്ചു. സുന്നി മഹല്ല് ഫെഡറേഷൻ തൃശൂർ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് MP കുഞ്ഞിക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. സുന്നി മഹല്ല് ഫെഡറേഷൻ തൃശൂർ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് MP കുഞ്ഞിക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. സമസ്ത നേരിട്ട് നടത്തുന്ന വിദ്യാഭ്യാസ സമിതി, ഇതിൽ മതഭൗതിക വിദ്യാഭ്യാസ സമിതി, നമ്മളിവിടെ ഒരു കാര്യം കൂടെ ചെയ്യുന്നത്, ഇവിടെ ഹിഫ്ളുൽ ഖുർആൻ പഠിക്കുന്ന കുട്ടികൾ ഹാഫിളീങ്ങളായതിനു ശേഷം അവർ ദൗറ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് പരിശീലനം കഴിഞ്ഞാൽ അവരെ നേരെ SNEC മാറ്റണം എന്നുള്ളതാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്താ വെച്ചാൽ ഹാഫിളായ പണ്ഡിതനായ ഭൗതിക വിദ്യാഭ്യാസം കരകതമാക്കാൻ കഴിഞ്ഞ നല്ലൊരു മകനെ, പണ്ഡിതനെ ഈ സമൂഹത്തിലേക്ക് നമ്മൾ സമർപ്പിക്കുക. അതാണ് ഇതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഉദ്ദേശം. തുടർന്ന് പുതിയതായി എത്തിയ വിദ്യാർത്ഥികളെ സ്വീകരിക്കുന്ന ചടങ്ങും ഉണ്ടായിരുന്നു. യത്തീംഖാന വർക്കിംഗ് സെക്രട്ടറി അലി ഹാജി പൊറ്റയിൽ അധ്യക്ഷത വഹിച്ചു. യത്തീംഖാന പ്രിൻസിപ്പൽ അസ്കർ അലി അൻവരി ആമുഖ പ്രഭാഷണം നടത്തി. യത്തീംഖാന ജോയിന്റ് സെക്രട്ടറി PA അബ്ദുൽ കരീം മുഖ്യപ്രഭാഷണം നടത്തി. യത്തീംഖാന സെക്രട്ടറി MP സുലൈമാൻ സ്വാഗതവും മുഹമ്മദ് കുട്ടി ഹാജി നന്ദിയും പറഞ്ഞു. നിരവധി രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കോട്ടായി അപ്പുണ്ണിയേട്ടൻ വായനശാലയിൽ പ്രതിഭകളെ ആദരിക്കലും പഠനോപകരണങ്ങളുടെ വിതരണവും നടന്നു. കോട്ടായി ഗ്രാമപഞ്ചായത്ത് 9ാം വാർഡ് മെമ്പർ കേശവൻ ഉദ്ഘാടനം ചെയ്തു. വായനശാല ഹാളിൽ നടന്ന പരിപാടിയിൽ 100-ലധികം കുട്ടികൾക്ക് ഉപഹാരങ്ങളും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. ചടങ്ങിനോടനുബന്ധിച്ച് ലഹരിവിരുദ്ധ പ്രതിജ്ഞയും നടന്നു. കോട്ടായി ഗ്രാമപഞ്ചായത്ത് 9ാം വാർഡംഗം കേശവൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് R റിൻസി അധ്യക്ഷത വഹിച്ചു. എക്സൈസ് ഇന്റലിജൻസ് ഇൻസ്പെക്ടർ AB പ്രസാദ്, മാത്തൂർ വിനായക വുഡ്സ് മാനേജിംഗ് ഡയറക്ടർ കൃഷ്ണപ്രിയ എന്നിവർ
വിശിഷ്ടാതിഥികളായി പങ്കെടുക്കുകയും വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു. വായനശാല എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ പത്മാവതി ടീച്ചർ, അർച്ചന ടീച്ചർ, സുജി വിജയ്, എ സെറീന, വി ഗിരിജ ടീച്ചർ, റിനിഷ സുഭാഷ്, പി കെ ആതിര എന്നിവർ സംസാരിച്ചു. വായനശാല സെക്രട്ടറി അജേഷ് മാസ്റ്റർ സ്വാഗതവും ലൈബ്രറിയൻ വി ചിത്ര നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കഞ്ചിക്കോട് IITയിൽ വിദ്യാർത്ഥിനിയെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ പ്രതിയെന്ന് സംശയിക്കുന്നയാളെ പോലീസ് പാലക്കാട്ടെത്തിച്ചു. നിർമ്മാണ മേഖലയിൽ പണിയെടുക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളിയെ പോലീസ് പിടികൂടിയത് കൊൽക്കത്തയിൽ നിന്ന്. പ്രതി ക്രൂരമായ ആക്രമണം നടത്തിയത് കഞ്ചിക്കോട് IITയിലെ 4ാം വർഷ ഡാറ്റാ സയൻസ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനി തമിഴ്നാട് സേലം സ്വദേശിനി അശ്വതി കണ്ണന് നേരെ. തൃശൂർ ജൂബിലി അമല ആശുപത്രികളിലെ UNA നഴ്സുമാരുടെ നേതൃത്വത്തിൽ തൃശൂർ DMO ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച്. ജൂബിലി അമല ആശുപത്രിയിലെ നഴ്സുമാർ സമരത്തിലായതിനാൽ നഴ്സിംഗ് വിദ്യാർത്ഥികളെയും ജീവനക്കാരെയും ഉപയോഗിച്ച് ചികിത്സ നടത്തുന്നു എന്ന ആരോപണവുമായി 1 മണിക്കൂറിനുള്ളിൽ പ്രശ്നപരിഹാരം ഉണ്ടാക്കണമെന്ന് നേതാക്കൾ. ഒരാഴ്ചയ്ക്കുള്ളിൽ ശ്വാസത പരിഹാരമെന്ന് ഡെപ്യൂട്ടി DMOയുടെ ഉറപ്പ്. ഗൾഫ് യുദ്ധത്തിന്റെ മറവിൽ രാജ്യത്ത് കരിഞ്ചന്ത താഴ്ച വളർന്നെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം KS അലീഖ. വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പൊതുവിപണിയിൽ ഇടപെടാതെ പരാജയമായി മാറിയെന്നും KS അലീഖ. ഇന്ധന വില വർധനവിനെതിരെ പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സംഗമം. പെട്രോളിയം വില വർധനയിൽ പ്രതിഷേധിച്ച് CPIM കുഴൽമന്ദം ഏരിയ കമ്മിറ്റിയുടെയും നേതൃത്വത്തിലും CPIM ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും പ്രതിഷേധം. കേരളശ്ശേരിയിൽ കൊയ്ത്ത് കഴിഞ്ഞ് 3 മാസമായിട്ടും നാളിതുവരെ കർഷകർക്ക് കിട്ടേണ്ട നെല്ലിന്റെ സംഭരണ വില കിട്ടാത്തതിൽ കർഷകർ ആശങ്കയിൽ. പല കർഷകർക്കും PRS സൊസൈറ്റികളിലേക്ക് അടിച്ചു വന്നെങ്കിലും ധനകാര്യ സ്ഥാപനങ്ങളുടെ മാറ്റവും കർഷകർക്ക് പ്രതിസന്ധി. കർഷകർക്ക് ഉടൻ പഠനം ലഭ്യമാക്കാൻ സർക്കാർ ഇടപെടണമെന്ന് BJP പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് MP ശ്രീകുമാർ മാസ്റ്റർ. കേരളത്തിലെ പ്രധാനപ്പെട്ട ഭക്ഷ്യ കാർഷിക വസ്തുവായി പരിഗണിച്ച് അന്യസംസ്ഥാനങ്ങളിൽ നിന്നും നിയമാനുസൃതവും സുരക്ഷിതവുമായി കന്നുകാലികളെ കച്ചവടം ചെയ്യുന്നതിന് സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കേരള കന്നുകാലി ആൻഡ് മാംസ വ്യാപാര ക്ഷേമ സമിതി. മേഖലയിൽ 2-3 വർഷമായി ലഭ്യതക്കുറവും ഭീമമായ വിലക്കയറ്റവും കേരളത്തിലെ ഇറച്ചി മാർക്കറ്റിൽ വിലവർധനയ്ക്ക് കാരണമായെന്നും സംസ്ഥാന സമിതി. ജന്തുദ്രോഹം ആരോപിച്ച് സംഘടിതമായി പിടിച്ചെടുത്ത് കേസെടുത്ത് ഗോശാലയിലേക്ക് അയക്കുന്ന നടപടി പ്രതിഷേധാർഹമെന്നും നേതാക്കൾ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വാർത്ത രാത്രി 9 മണിക്ക്. നമസ്കാരം.